നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിന് വിരാമമിട്ട ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധയിടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത് ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെ. ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതാത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും. ഓരോ മണ്ഡലങ്ങളിലേക്കും യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നത് പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിൽ. സർക്കാർ ഹൈസ്കൂളുകളിലെ ഇംഗ്ലീഷ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിൽ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ വേണമെന്ന് 2021 ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുമില്ല. ഇതോടെ HSC റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളും പ്രതിസന്ധിയിൽ. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ ആണിയിറങ്ങിയാൽ അലാറം മുഴങ്ങുന്നതിന് പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതി തയ്യാറാക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന. വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്ന അലാറം പ്രവർത്തന സജ്ജമാകുന്നതോടെ നാട്ടുകാർക്ക് വേഗത്തിൽ മുന്നറിയിപ്പ് ലഭിക്കും. വിശദമായ വാർത്തകൾ. ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിന് വിരാമമിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ ഇടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. ദിവസങ്ങൾ നീണ്ട കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. രാവിലെ മുതൽ മസ്ജിദുകളിൽ ജുമാ നമസ്കാരവും നടന്നു. കട്ടപ്പന മസ്ജിദ് ഇമാം മുഹമ്മദ് യൂസഫ് അൽ ഖൗസരി ചെറിയ പെരുന്നാൾ സന്ദേശം നൽകി. ഒരു മാസകാലഘട്ടത്തെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ചുകൊണ്ട് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിളംബരമായിക്കൊണ്ട് ലോകം മുഴുവനും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ഒരു മാസകാലഘട്ടത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാകുമ്പോൾ തന്നെ അന്നമില്ലാത്തവൻ്റെ, സാധുക്കളുടെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ്റെ, ദുഃഖം അനുഭവിക്കുന്നവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരുടെ വിശപ്പിൻ്റെ വെളിയറിയാനും അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാനും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നോമ്പ് പിടിച്ച സത്യവിശ്വാസി അവൻ്റെ നോമ്പിൻ്റെ പൂർത്തീകരണം എന്നോണം ഫിത്ർ സക്കാത്തിൻ്റെ ഓഹരി സാധുവിൻ്റെ വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയാവുക എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന ചെറിയ പെരുന്നാളിൻ്റെ ഈദിൻ്റെ സന്തോഷം. അതുതന്നെയാണ്. രാവിലെ 8:30 ആരംഭിച്ച ചെറിയ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ 9 മണിയോടുകൂടി സമാപിച്ചു. നിരവധി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയും നമസ്കാരങ്ങളോടെയും ചെറിയ പെരുന്നാൾ ആഘോഷം നടന്നു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമാണ് ചെറിയ പെരുന്നാൾ. ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. വണ്ടിപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ രാവിലെ 8 മണിയോടുകൂടി ചെറിയ പെരുന്നാൾ ദിന നമസ്കാരം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം അനസ് ഖൗസരി അൽ ഖാസിമി നേതൃത്വം നൽകി. സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക, 2 സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക. ഇസ്ലാമിലെ ഏതൊരു ആഘോഷം എടുത്തു നോക്കിയാലും അതിൻ്റെ അനുഷ്ഠാനങ്ങളിലെല്ലാം ഈ ഒരു കടമകൾ പൂർത്തിയാക്കപ്പെടേണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 30 ദിവസത്തെ നോമ്പിന് ശേഷം പെരുന്നാൾ ദിവസത്തിൽ സന്തോഷിക്കാൻ ആസ്തിയില്ലാത്ത, കെൽപ്പില്ലാത്ത, സാമ്പത്തികമായിട്ടും മറ്റ് ഞെരുക്കത്തിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സദക്കത്തുൽ ഫിത്തർ, സമ്പത്തുള്ള ആളുകൾ ഫിത്തർ സദക്ക എന്ന രീതിയിൽ സദക്ക ദാനം നിർബന്ധമാക്കിയിരിക്കുന്നു. ആ ദാനത്തിലൂടെ സഹജീവികളോടുള്ള അവരെയും ആ ദിവസത്തിൽ ആഘോഷിക്കാൻ വേണ്ടി പ്രാപ്തമാക്കിയെടുക്കുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ആരാധനാപരമായ ഒരു ഭാഗവും. മറ്റൊന്ന്, സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള നന്ദി എന്നോണം ഒരു ദിവസം അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസം രാവിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ആ പ്രാർത്ഥനാ നിർഭരമായ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്.
വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ ദിന നമസ്കാരത്തിന് റിയാസ് സജീർ മൗലവി, ഷെരീഫ് മൗലവി എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതാത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും. ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നത്. ജില്ലയിലെ 1003 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി 1202 ബാലറ്റ് യൂണിറ്റ്, 1202 കൺട്രോൾ യൂണിറ്റ്, 1300 വിവിപാറ്റ് എന്നിവയ്ക്കാവശ്യമായ പേപ്പർ റോൾ, വിവിപാറ്റ് ബാറ്ററി, കൺട്രോൾ യൂണിറ്റ് ബാറ്ററി എന്നിവയാണ് കളക്ടറേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ നിന്ന് വിതരണം ചെയ്യുക. ബൂത്തുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ എണ്ണത്തിന്റെ 20%വും വിവിപാറ്റ് യന്ത്രങ്ങളുടെ 30%വും അധികം യന്ത്രങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും അയക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോകുക. 7 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ EVM മെഷീനുകൾ ഏറ്റുവാങ്ങും. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാതെയും രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഉപ്പുതറയിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉപ്പുതറയിലെത്തിയത്. പാചകവാതക വിലയും അവശ്യ സാധനങ്ങളുടെ വിലയും പിടിച്ചു നിർത്താൻ കഴിയാതെ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കേന്ദ്ര സർക്കാർ കബളിപ്പിക്കുകയാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. രാജ്യത്തെ കള്ളപ്പണ നിക്ഷേപങ്ങൾ 35 ലക്ഷം കോടി രൂപ കള്ളപ്പണ നിക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ട്. അതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല, ഓരോ ജനങ്ങളുടെയും സാധാരണ ആൾക്കാരുടെ പേർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ അതിൽ അക്കൗണ്ടിൽ ഇടും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ആ തരത്തിലേക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് വിലക്കയറ്റം പോലും നിയന്ത്രിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ. പരിപാടിയിൽ പീരുമേട് മുൻ MLA ES ബിജിമോൾ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ, മറ്റ് LDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. NDA ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. വാഗമണ്ണിൽ നിന്ന് ആരംഭിച്ച പര്യടനം വിവിധ മേഖലകളിലൂടെ കടന്നുപോയി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഉപ്പുതറ, മാട്ടുകെട്ട, വളകോട് മേഖലകളിൽ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. വാഗമണ്ണിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ മേഖലകളിലൂടെ കടന്ന് ഉച്ചയോടെയാണ് ഉപ്പുതറയിലെത്തിയത്. നമ്മുടെ പ്രവർത്തകരൊക്കെ തന്നെയും നാട്ടിലെ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് 400+ ആണ്. അവിടെ കേന്ദ്ര ഭരണത്തിൽ അത്തരത്തിൽ പ്ലസ്സായി നിൽക്കുമ്പോൾ 401ാമത്തെ സീറ്റ് ഇടുക്കി ജില്ലയാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇടുക്കിയുടെ വികസനത്തിനായി ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ന് ഇവിടുത്തെ നിവാസികൾ അനുഭവിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി ഭരിച്ചിട്ടും യാതൊന്നും ഒരു നിവൃത്തിയും ഉണ്ടാക്കി തരാതെ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ദേശമായി മാറിയത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒട്ടനവധിയാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതോടൊപ്പം എത്രയോ തോട്ടങ്ങളാണ് ഇവിടെ പൂട്ടിക്കിടന്നിട്ട് അതിനൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനോ പോലും തയ്യാറാവാത്ത ജനപ്രതിനിധികളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഉപ്പുതറയിലെ പര്യടനത്തിന് ശേഷം മേരികുളം, മാട്ടുകെട്ട, പുല്ലുമേട് തുടങ്ങിയ വിവിധ മേഖലകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. പരിപാടിയിൽ ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KT അനിൽ, സ്റ്റീഫൻ ഐസക്, VV വിനോദ്, ജെയിംസ് തേക്കൊമ്പേൽ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് വ്യത്യസ്തമായി ഉദ്ഘാടനം ചെയ്ത് LDF പ്രവർത്തകർ. 3 മതവിഭാഗത്തിൽപ്പെട്ട അമ്മമാരെ കൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വ്യത്യസ്തമായി മാറി. വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ സ്ഥാപിച്ച 173, 175 നമ്പർ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനമാണ് വ്യത്യസ്തമായത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട സലീമ ബീവി, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പൂങ്കുടി, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സാറാമ എന്നീ അമ്മമാരെ കൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ശ്രദ്ധേയമായി. നാടകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം രാഷ്ട്രീയ നേതാക്കൾ നിർവഹിക്കുമ്പോൾ വണ്ടിപ്പെരിയാറിലെ LDF പ്രവർത്തകരുടെ
ഓഫീസ് ഉദ്ഘാടനം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. LDF ജില്ലാ കമ്മിറ്റി അംഗം KM ഉഷ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K സുധാകരൻ, PK ഗോപി, R സെൽവത്തായി എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത്. സർക്കാർ ഹൈസ്കൂളുകളിലെ ഇംഗ്ലീഷ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിൽ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ വേണമെന്ന് 2021 ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇതോടെ HSC റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ വേണമെന്ന് 2021 ഹൈക്കോടതി ഉത്തരവിട്ടത്. 2021-22 അക്കാദമിക് വർഷത്തിൽ ഇംഗ്ലീഷിനെ ഭാഷയായി കണക്കാക്കി തസ്തികകൾ സൃഷ്ടിക്കണമെന്നാണ് ഉത്തരവിലുണ്ടായിരുന്നത്. എന്നാൽ 2022-23 തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിച്ചുകൊള്ളാമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. 2023 ആദ്യം കോടതി അലക്ഷ്യം ഫയൽ ചെയ്യപ്പെട്ടപ്പോൾ 2023-24 തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് വീണ്ടും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. എന്നാൽ 2023-24 അക്കാദമിക് വർഷം അവസാനിച്ചിട്ടും ഇത് പാലിക്കപ്പെട്ടില്ല. ഈ വർഷം തന്നെ സർക്കാർ പലതവണ സമയം നീട്ടിച്ചോദിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് കർശന ഉത്തരവുമായി രംഗത്ത് വന്നത്. മറ്റ് ഭാഷാ വിഷയങ്ങൾക്ക് തസ്തികകൾ സൃഷ്ടിക്കുന്നത് പോലെ ഇംഗ്ലീഷിനും തസ്തികകൾ സൃഷ്ടിക്കുവാൻ ഏതാനും ആഴ്ച കൂടി മാത്രം സമയം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലയനം നടക്കുന്ന അടുത്ത അക്കാദമിക വർഷത്തിലേക്ക് HST ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കുന്നത് മാറ്റിവെക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. 21 വന്ന വിധി 11ഓളം കോടതി ലക്ഷ്യങ്ങൾ മറികടന്ന് ഇപ്പോൾ 24 എത്തി നിൽക്കുന്നു. അപ്പോൾ ചീഫ് ജസ്റ്റിസായ AJ ദേശായി, ഓണറബിൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 11-ാം തീയതിക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നീക്കവും ഞങ്ങൾ കാണുന്നില്ല. ഇത് ശരിക്കും പൊതുസമൂഹത്തിനൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം 2018 ഈ കേസുമായിട്ട് പോയത് PTA-കാരും രക്ഷകർത്താക്കളുമാണ്. തങ്ങളുടെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണമെന്നുള്ള അവരുടെ ന്യായമായ ആവശ്യമാണ്. എന്നിട്ടും 2021-24 വരെ 3 അക്കാദമിക് വർഷങ്ങൾ കടന്നുപോയിട്ടും ഇതിനൊരു നടപടി ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് ശരിക്കും സാധാരണക്കാരായ കുട്ടികൾ നല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കാണോ പോകുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഒരു മത്സര പരീക്ഷ ജയിക്കണമെങ്കിലോ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിലോ നല്ലൊരു തൊഴിൽ നേടണമെങ്കിലോ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം. അപ്പം അത് നേടിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കുന്ന ഒരു നടപടിയാണിത്. ഹൈക്കോടതി ഇടപെട്ടിട്ടും ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ടും ഇതിനൊരു തീരുമാനമാവാത്ത എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, രക്ഷകർത്താക്കൾ ചോദിക്കുന്നത്, ഉദ്യോഗാർത്ഥികളായ ഞങ്ങളും ചോദിക്കുന്നത്. അടുത്ത അക്കാദമിക വർഷം പുതിയ സ്പെഷ്യൽ റൂൾ നിലവിൽ വരുമെന്നതിനാൽ സർക്കാരിന് ഈ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതായി വരുന്നില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 2023-24 തസ്തിക നിർണയം അക്കാദമിക വർഷം പൂർത്തിയായിട്ടും മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതെന്നാണ് പരാതി. ഇത് നീതിവ്യവസ്ഥയോടും കുട്ടികളോടും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും കാണിക്കുന്ന അവഹേളനമാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. ചിന്നക്കനാടിൽ ജനവാസ മേഖലയിൽ ആനയിറങ്ങിയാൽ അലാറം മുഴങ്ങുന്നതിന് പദ്ധതി ഒരുങ്ങുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്ന അലാറം പ്രവർത്തന സജ്ജമാകുന്നതോടെ നാട്ടുകാർക്ക് വേഗത്തിൽ മുന്നറിയിപ്പും ലഭിക്കും. കാലങ്ങളോളം അരിക്കൊമ്പൻ അടക്കി വാണ മേഖലയാണ് ചിന്നക്കനാൽ. ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങി ഇനിയുമുണ്ട് ഭീതി പരത്തുന്ന കാട്ടാനകൾ നിരവധി. മേഖലയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ആനകളെ വേഗത്തിൽ തുരത്തുക അസാധ്യമായതിനാലാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി അലാറം സ്ഥാപിക്കാൻ പദ്ധതി ഒരുക്കുന്നത്. ചിന്നക്കനാൽ പോലെയുള്ള മേഖലകളിൽ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം ജീവനക്കാർക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ജനങ്ങൾക്കും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ആർക്കും തന്നെ ജീവഹാനിയോ മറ്റു അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുൻകരുതൽ എടുക്കുന്നതിനും അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും ഭാഗമായിട്ടാണ് ചിന്നക്കനാലിൽ സൗണ്ട് അലർട്ട് സിസ്റ്റം എന്നൊരു സംവിധാനം ഉണ്ടാക്കണം. അതിലൂടെ ജനങ്ങൾക്ക് മറ്റ് അപകടങ്ങൾ, യാത്രക്കാർക്കാണേലും വിനോദസഞ്ചാരികൾക്കാണേലും കുട്ടികൾക്കാണേലും ജനങ്ങൾക്കാണേലും ഇത് സംരക്ഷിക്കുന്ന ഈ വനസംരക്ഷണ മേഖല ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു അപകടം ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംഘടന സർക്കാരിനും വകുപ്പിനും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ് ആശയത്തിന് പിന്നിൽ. സൗണ്ട് സിസ്റ്റം അലാറം സ്ഥാപിക്കുന്നത് മേഖലയിൽ നിരീക്ഷണം നടത്തുന്ന RRT സംഘത്തിനും പ്രയോജനമാകും. കട്ടപ്പന നഗരസഭ മാംസ സ്റ്റാളിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചു. 9-ാം തീയതി ഹൈക്കോടതി പരിഗണനയിലിരുന്ന കേസാണ് മാറ്റിവെച്ചത്. ഇനി മദ്യവേനൽ അവധി കഴിഞ്ഞായിരിക്കും കേസ് പരിഗണിക്കുക.
കട്ടപ്പന നഗരസഭാ വക ഇറച്ചിക്കട അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും നഗരസഭ ചട്ടം ലംഘിച്ച് ലൈസൻസ് നൽകിയെന്നും കാട്ടി മാധ്യമപ്രവർത്തകനായ ബിജു വൈശംപറമ്പിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കട പരിശോധിക്കുകയും അപകടാവസ്ഥയിലാണെന്നും കണ്ടെത്തി. തുടർന്ന് സമീപത്തെ ഷെഡിലേക്ക് മാറ്റി താൽക്കാലികമായി കട പ്രവർത്തനം ആരംഭിച്ചു. ഏപ്രിൽ 1-ന് 55 ലക്ഷം രൂപയ്ക്ക് പുതിയ കരാറുകാരൻ കട ലേലത്തിൽ പിടിച്ച് ഇറച്ചിക്ക് വില കുറച്ച് വിൽപ്പനയും ആരംഭിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് കടയടയ്ക്കാൻ നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞ് കരാറുകാരൻ ഒരു ദിവസം കട അടച്ചിടുകയും ചെയ്തു. അടുത്ത ദിവസം വില കൂട്ടി വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു. ഇത് ഏറെ ചർച്ചയ്ക്കും കാരണമായി. 9-ാം തീയതി ഹൈക്കോടതി പരിഗണനയിൽ ഇരുന്ന കേസ് മാറ്റിവെച്ചതായി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇറച്ചിക്കട വിഷയത്തിൽ കോടതി കേസ് പരിഗണിക്കുകയുണ്ടായി. മറ്റേ പുതിയ ഒരു ഉത്തരവും കോടതി അക്കാര്യത്തിൽ നൽകിയിട്ടില്ല. കേസ് മദ്യവേനൽ അവധി കഴിഞ്ഞ് പരിഗണിക്കുന്നതിനായി മാറ്റപ്പെട്ടു എന്നാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നഗരസഭ മാംസ സ്റ്റാൾ അടയ്ക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും വില കുറച്ചതും കൂട്ടിയതും നഗരസഭ പറഞ്ഞിട്ടല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കട്ടപ്പന ഫെസ്റ്റിന്റെ ടിക്കറ്റ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ സാജൻ ജോർജ് ടിക്കറ്റ് ഏറ്റുവാങ്ങി. കട്ടപ്പന ഫെസ്റ്റ് സീസൺ 2 ഏപ്രിൽ 10 മുതൽ 22 വരെയാണ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഫെസ്റ്റിന്റെ ടിക്കറ്റ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. കട്ടപ്പന ഫെസ്റ്റ് നമ്മുടെ കട്ടപ്പന യൂത്ത് വിങ് സഹോദരന്മാരും കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഈ കട്ടപ്പന ഫെസ്റ്റ് കട്ടപ്പനയ്ക്ക് ഏറ്റവും വളരെ മനോഹരമായി തീരട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ടിക്കറ്റ് ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് ട്രഷറർ സാജൻ ജോർജ് ടിക്കറ്റ് ഏറ്റുവാങ്ങി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നഗരസഭാ കൗൺസിലർമാർ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് യൂണിറ്റ് ട്രഷറർ സാജൻ ജോർജ് പറഞ്ഞു. അതിമനോഹരമായി ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ മാതൃസംഘടനയ്ക്ക് യൂത്ത് വിങ്ങിന് സാധിച്ചു. ഇപ്രാവശ്യം അതിലും മനോഹരമായിട്ട് ഇത് ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഇതൊരു ഉത്സവത്തിൻ്റെ ഒരു കാലമായിട്ട് നമ്മുടെ കട്ടപ്പനയിൽ കച്ചവടം വളരെ മാന്യത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ഫെസ്റ്റിലൂടെ വരണം. വൈകിട്ട് DJ സാവിയോ നയിക്കുന്ന DJ നൈറ്റ് നടക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് പറഞ്ഞു. തീർച്ചയായിട്ടും കട്ടപ്പന ഫെസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ വളരെ ആവേശകരമായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. ഈ ഫെസ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളായ ഒരു വ്യാപാരിക്ക് നമ്മുടെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ്. തീർച്ചയായിട്ടും 15 ലക്ഷം രൂപയോളം ഇവിടുന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിനൊരു സമ്മാന കൂപ്പൺ ഇവിടെ അടിച്ചിറക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ MG ശ്രീകുമാർ, സ്റ്റീഫൻ ദേവസി, ആശാ ശരത്, ഹരിശ്രീ അശോകൻ തുടങ്ങി വിവിധ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും നടക്കും. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകണ്ടം പൂവേഴ്സ് മൗണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ വ്യാപക അഴിമതിയെന്ന ആരോപണം. പദ്ധതി നടപ്പാക്കിയതിലും തൊഴിലുറപ്പിലൂടെ കുളം വൃത്തിയാക്കിയതിലും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് BJP നേതൃത്വം രംഗത്തു വന്നു. തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തിയ വകയിലും തുക വെട്ടിച്ചതായി ഗുണഭോക്താക്കൾ പറയുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഉപ്പുകണ്ടം പൂവേഴ്സ് മൗണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ വിനിയോഗിച്ച ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ പൂവേഴ്സ് മൗണ്ട് കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ 2 മാസം പിന്നിടുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും പദ്ധതിയിൽ വലിയ അഴിമതി നടന്നതായുമാണ് ആരോപണം. 1993 മില്യൺ വെൽ സ്കീമിൽ ഉൾപ്പെടുത്തി ഉപ്പുകണ്ടം ഭാഗത്ത് സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമിയിൽ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ കുളമാണിത്. SC കുടുംബങ്ങളെ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പദ്ധതി. പിന്നീട് 2020-21 പൂവേഴ്സ് മൗണ്ട് ഭാഗത്തെ ജനങ്ങൾക്കായി രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്കായി തുക അനുവദിച്ചു. മുൻപുണ്ടായിരുന്ന പഴയ ഈ കുളം കാണിച്ചാണ് ഫണ്ട് മാറിയിരിക്കുന്നതെന്നും മോട്ടോർ പുര പോലും നിർമ്മിക്കാതെയും പഴയ ഗുണഭോക്താക്കൾ അറിയാതെയും നടത്തിയ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഉണ്ടായതെന്നുമാണ് പ്രധാന ആരോപണം. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തുന്നതിന്റെ ഭാഗമായും ക്രമക്കേട് നടന്നതായും ആരോപണമുണ്ട്. ഞങ്ങൾ പട്ടികജാതിക്കാരായിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെ പോലും അറിയാതെ ഈ വിസിബിലിറ്റി കരോട്ട് ഞങ്ങൾ ഈ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്തായിരിക്കുന്നത് ഞങ്ങളെ അവിടെ ചേർക്കുകയും അതുപോലെ തന്നെ ഈ പട്ടികജാതിക്കാരല്ലാത്ത ആൾക്കാരായിരിക്കുന്ന ആൾക്കാരുടെ പേര് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി
ഈ ഫീസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഗുരുതരമായ വീഴ്ചയാണ് അവിടെ. ഞങ്ങളുടെ അറിവോ സമ്മതോ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പട്ടികജാതി വികസന ഓഫീസർ സന്ദർശിക്കുകയോ ഇത് പട്ടികജാതിയാണോ എന്ന് അറിയാൻ പറ്റില്ല. അതിനുശേഷം ഞാനിത് കണ്ടതിന് ശേഷം ഈ കുരിശുമലയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമുള്ള നത്തുകല്ലിൻ്റെ അവിടെ ഒരു ഗുണഭോക്താവ് വന്നു. അതായത് അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഈ രതീഷ് ആലേപ്പരിക്കൽ മെമ്പറുടെ ഭാര്യയുടെ ചേട്ടത്തിയുടെ വീടാണ്. ഇവിടെ നിന്ന് എങ്ങനെ ഈ വെള്ളം ഈ കുരിശുമലയിൽ നിന്ന് അങ്ങനെ 3 കിലോമീറ്റർ അപ്പുറത്ത് ചെല്ലും? അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായ അഴിമതിയും ഇതിൻ്റെ അകത്ത് എഞ്ചിനീയർ തൊഴിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ പേരിലും തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടുത്തിയതായും പരാതി ഉയരുന്നു. അത് വെള്ളം പറ്റിപ്പോകുന്ന ഒരു കുളത്തിൽ ഈ ഒരു പേരിന് മാത്രം കൊണ്ടുപോയി ഇത് സ്ഥാപിക്കുകയും കരോട്ടൊരു കുഞ്ഞ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ടാങ്ക് ഉണ്ട്. അതെ, അവിടെ നിന്ന് ഈ പൈപ്പ് വഴി കരോട്ടിട്ട് വെള്ളം അടിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ ആ വെള്ളം പറ്റിപ്പോയി, എല്ലാ വർഷവും പറ്റിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ശരിക്കും അഴിമതി എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിലാണ് ഒരു 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഇതിനായിട്ടില്ല. കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പിൽ വന്നിട്ടുള്ള ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് BJP പ്രവർത്തകർ പറഞ്ഞു. ഇവിടെ നമ്മുടെ പ്രദേശവാസികളുടെ പരാതി എന്താണെന്ന് വെച്ചാൽ 30 വർഷമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ അതിൻ്റെ ഒരു ഗുണഭോക്തൃ കമ്മിറ്റിയും അത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുമുണ്ട്. അവരുടെ അനുമതിയോ കാര്യങ്ങളോ കൂടാതെ ഇതിലേക്ക് കൊണ്ട് മോട്ടോർ സെറ്റ് ചെയ്യുകയും ഇതിനൊരു മോട്ടോർ വര പോലും നിലവിൽ ഇവിടെ നിർമ്മിച്ചിട്ടില്ല. സാധാരണ ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു മോട്ടറും കാര്യങ്ങളും മോട്ടോർ വരയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മോട്ടോർ പമ്പ് ഹൗസ് പോലും ഉണ്ടാക്കാതെ നിലവിലുള്ള ഒരു പമ്പ് ഹൗസിൻ്റെ സൈഡിലേക്ക് അതിൻ്റെ സ്റ്റാർട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ പദ്ധതി ഓടിച്ച് കമ്മീഷൻ ചെയ്ത് ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു പദ്ധതി MP ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്തതും അപ്പോൾ തന്നെ ആ ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ BJP വണ്ടമേട് മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുള്ളതാണ്. കളക്ടർ അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് നാളെ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. പുതിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുള്ളവർ യഥാർത്ഥ ഗുണഭോക്താക്കളല്ലെന്നും പദ്ധതിയും ഇവിടെ നടന്ന തൊഴിലുറപ്പും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം. നിലവിൽ മേഖല കടുത്ത കുടിവെള്ള ക്ഷാമത്തിലാണ്. കുളത്തിലുള്ള കുടിവെള്ളം വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത വിധം മലിനമായി കിടക്കുകയാണെന്നും പരാതിയുണ്ട്. വണ്ടിപ്പെരിയാർ 58 മൈലിന് സമീപം നിയന്ത്രണം വിട്ട വാഹനം 25 അടി താഴ്ചയിലുള്ള വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. വീട്ടിലുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന കാർ 58 മൈലിന് സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് 25 അടി താഴ്ചയിലുള്ള വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ഈ സമയം വീടിനുള്ളിൽ ശിവാനന്ദൻ, ഭാരതി എന്നീ ദമ്പതികൾ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ചെറിയ തോതിൽ ഇവർക്ക് പരിക്കേറ്റു. നല്ലൊരു 8:50 ആ ടൈമിലാണ് വൈകിട്ട് രാത്രിയിലാണ് ഈ വണ്ടി ആക്സിഡൻ്റായത്. ആക്സിഡൻ്റായി വണ്ടിയിൽ ഒറ്റയാളെ ഉള്ളായിരുന്നു. അപ്പം ആക്സിഡൻ്റായിട്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും ഇവിടെ തൊട്ടടുത്ത് നോക്കുന്നു. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ സൗണ്ടും കാർച്ചയും കേട്ട് ഓടി ഞാൻ ഓടി വന്ന് അമ്മയുടെ തലയെല്ലാം മോണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ പോയി. ഈ വണ്ടി ഡ്രൈവർ മാത്രമുള്ളായിരുന്നു, വണ്ടിക്കകത്ത് ഒറ്റയാളുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ കയ്യും കാലിലൊക്കെ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ആശുപത്രിയിൽ പോകുന്നുണ്ട്, പുള്ളി വന്നില്ല. വാഹനം ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശി റാമിനും പരിക്കേറ്റു. ഇയാൾ കുമളിയിലെ സ്വകാര്യ റിസോർട്ടിൽ ജോലിയിൽ പ്രവേശിക്കാൻ വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. യുവതലമുറയ്ക്കായി കൈ ഉയർത്താം, കൈപ്പത്തിക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥി സംഗമവും KSU ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാരോഹണവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. DCC മുൻ പ്രസിഡന്റ് ജോയ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിലാണ് വിദ്യാർത്ഥി സംഗമവും സ്ഥാനാരോഹണവും സംഘടിപ്പിച്ചത്. KSU ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റായി ജോൺസൺ ജോയിയെ തെരഞ്ഞെടുത്തു. അനുമോദിക്കുന്നു. ടോണി തേക്കിലക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗം DCC മുൻ പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. കോളേജുകളൊക്കെ ഒരു കാലത്ത് സ്വകാര്യ കോളേജുകളിൽ അധ്യാപകർക്ക് ശമ്പളം മാനേജ്മെന്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. ആ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അധ്യാപകരെ വയ്ക്കുകയും അധ്യാപകരെ മാറ്റുകയും അധ്യാപകർക്ക് ഇഷ്ടംപോലെ ശമ്പളം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റിന്റെ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള നടപടികളെ എതിർക്കാനും ഈ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായി അവിടെ ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം, ഗവൺമെന്റിൽ നിന്നും തന്നെ ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് KSU എന്ന് പറയുന്ന സംഘടനയുടെ സമരത്തിന്റെ ഫലമായിട്ടാണ്. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ KB സെൽവം, ബിജോ മാണി, KJ ബെന്നി,
കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പമാക്കൽ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരട്ടയാർ നാലുമുക്ക് നസ്രത്ത് വാലി തിരുക്കുടുംബ ദേവാലയത്തിന്റെ കൂദാശാകർമ്മവും തിരുനാളും ഈ മാസം 11 മുതൽ 14 വരെ നടക്കും. 11-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ദേവാലയത്തിന്റെ കൂദാശാകർമ്മം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിക്കും. 12-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 കൊടിമരം വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റും നടക്കും. കോതമംഗലം എമിരിറ്റസ് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഗ്രോട്ടോ വെഞ്ചിരിപ്പും വാഹന വെഞ്ചിരിപ്പും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇടവകയിലെ മുൻ വൈദികർ, ഇടവകയിൽ നിന്നുള്ള വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി കൾച്ചറൽ നൈറ്റും നടക്കും. 14-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് ഉണ്ണീശോയുടെ നൊവേനയും മുല്ലക്കാനം സാൻജോ ഭവൻ ഫാദർ ജോജു അടമ്പക്കല്ലിൽ CSTയുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നടക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 4 മുക്ക് പന്തലിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 7:30 ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻ സ്കറിയയും കാലിക്കറ്റ് റെഡ് ഐഡിയാസും ചേർന്നൊരുക്കുന്ന ഗാനമേളയും നടക്കും. ഇടവക വികാരി ഫാദർ ഫിലിപ്പ് താഴത്ത് വീട്ടിൽ, കൈക്കാരന്മാരായ ജോസ് താന്നിക്കൽ, ജസ്റ്റാൾ കണ്ണിമാം കുന്നേൽ, ജോയി പൂവത്തുങ്കൽ, ജെയിംസ് അമ്പഴത്തിങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വിഷുപ്പുലരിക്ക് മുൻപേ താരമായിരിക്കുകയാണ് കണിക്കൊന്ന പൂക്കൾ. സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികളിലെ പ്രമുഖനാണ് ഇപ്പോൾ കണിക്കൊന്ന. പണം കൊടുത്ത് പൂക്കളും ബൊക്കയും വാങ്ങാതെ കണിക്കൊന്ന പൂക്കൾ നൽകിയാണ് ഇടുക്കിയിലെ വിവിധ ഗ്രാമങ്ങളിൽ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നത്. ഇടതെന്നോ വലതെന്നോ NDA എന്നോ വ്യത്യാസമില്ല. സ്ഥാനാർത്ഥി എത്തിയാൽ ഇടുക്കിയിൽ സ്വീകരിക്കുന്നത് കണിക്കൊന്ന പൂക്കൾ നൽകിയാവും. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കിലോ കണക്കിന് കണിക്കൊന്ന പൂക്കളാണ് എത്തുന്നത്. പൂക്കൾ വാങ്ങുന്നതിനുള്ള ചെലവും ഇതോടെ ഇല്ലാതായി. സ്വീകരണശേഷം ഓരോ കേന്ദ്രത്തിലും പൂക്കൾ കൂട്ടിയിട്ടിരിക്കുന്നതും കൗതുക കാഴ്ചയാണ്. ഇത്തവണ നേരത്തെ കണിക്കൊന്നകൾ പൂവിട്ടതിനാൽ വിഷുവിന് കണിയൊരുക്കാൻ പൂക്കൾ ലഭ്യമാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലെ പ്രമുഖനായിരിക്കുകയാണ് കണിക്കൊന്ന. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 535 രൂപ, ഏലം കൂടിയ വില 1600, ഏലം ശരാശരി വില 1300. കാപ്പിപ്പരിപ്പ് 325, ഗ്രാമ്പു 925, കൊക്കോ 220, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6610 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിന് വിരാമമിട്ട ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധയിടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത് ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെ. ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതാത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും. ഓരോ മണ്ഡലങ്ങളിലേക്കും യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നത് പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിൽ. സർക്കാർ ഹൈസ്കൂളുകളിലെ ഇംഗ്ലീഷ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ വേണമെന്ന് 2021 ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുമില്ല. ഇതോടെ HSC റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളും പ്രതിസന്ധിയിൽ. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ ആണിയിറങ്ങിയാൽ അലാറം മുഴങ്ങുന്നതിന് പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതി തയ്യാറാക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന. വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്ന അലാറം പ്രവർത്തന സജ്ജമാകുന്നതോടെ നാട്ടുകാർക്ക് വേഗത്തിൽ മുന്നറിയിപ്പ് ലഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.